അപ്പോൾ നമുക്കിങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ റെഡ് ബസ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്ന് നോക്കാം ഓൺലൈനായിട്ട്. അപ്പോൾ ഇതിനാദ്യമായിട്ട് നിങ്ങൾ റെഡ് ബസ് എന്നുള്ള ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നാണോ ആപ്പ് സ്റ്റോറിൽ നിന്നാണോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ലോഗിൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആപ്പ് ഇത്തരത്തിലൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവരുടെ ഹോം പേജിലോട്ടാണ് നമുക്ക് എത്താനായിട്ട് കഴിയുക. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഡെസ്റ്റിനേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റിൽ നമുക്ക് എവിടെ നിന്ന് എവിടത്തേക്കാണോ പോകേണ്ടത് എന്നുള്ളത് ഞാനിവിടെ ആദ്യമായിട്ട് തന്നെ ഈ ഫ്രം ഏരിയ അവിടെ പോണ്ടിച്ചേരിയിൽ നിന്ന് എറണാകുളത്തായിട്ടുള്ള ടിക്കറ്റാണ് നോക്കുന്നത്. അപ്പോൾ ഡേറ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് ഡേറ്റ് ഓഫ് ജേണി എന്നുള്ള ഏരിയ കാണാം. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഞാനിപ്പോൾ എന്നാൽ ജസ്റ്റ് ഇന്നത്തെ തന്നെ, അതായത് 31-ാം തീയതിത്തെ ഡേറ്റ് ആണ് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഡൺ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തു. ഇനിയിപ്പം അവൈലബിൾ ആയിട്ടുള്ള ബസ്സുകൾ നോക്കാനായിട്ട് സെർച്ച് ബസ് എന്നുള്ള ഏരിയ ഉണ്ട്, അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ബസ്സുകളാണിത്. ഇതിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇവിടെ മുകളിൽ റേറ്റിംഗ് ഒക്കെ കാണാനായിട്ട് കഴിയും. അതൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ബസ് ബുക്ക് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു ബസ്, അതായത് ജയവിൻ ട്രാവലേഴ്സ് എന്നുള്ള ഈ ഒരു ബസ്സാണ്, അതായത് രാത്രി 21:30 എടുത്തിട്ട് നാളെ രാവിലെ 7:15 എത്തുന്ന ആ ബസ്സാണ് ഞാനിവിടെ ജസ്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്കിവിടെ ഏത് ടിക്കറ്റാണോ അല്ലെങ്കിൽ ഏത് സീറ്റാണോ വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഈ ബാക്ക് സൈഡിലുള്ള ഈ ഒരു ടിക്കറ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിവിടെ വുമൻസിന് സെപ്പറേറ്റ് സീറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഈ പിങ്ക് കാണുന്നത് വുമൻസിന് മാത്രമാണ് ബുക്ക് ചെയ്യാനായിട്ട് കഴിയുമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ ഇത്തരത്തിൽ താഴെ സെലക്ട് ബോർഡിംഗ് ആൻഡ് ഡ്രോപ്പിംഗ് പോയിൻറ്റ്സ് എന്നുള്ള ഏരിയ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതേതാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പം ബോർഡിംഗ് പോയിന്റ് ഇവിടെ മെയിനായിട്ട് അവരുള്ളത് പോണ്ടിച്ചേരി ഇപ്പം എൻ്റെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ന്യൂ ബസ് സ്റ്റാൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൽ ടാപ്പ് ചെയ്യാണ്. ഡ്രോപ്പിംഗ് പോയിന്റ് നമുക്കിവിടെ വരുന്നത് എനിക്കിവിടെ ജസ്റ്റ് ഞാനിവിടെ ആലുവ ബൈപ്പാസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നിങ്ങളേത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്തരത്തിലൊരു പേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സീറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ആ പാസഞ്ചറുടെ ഡീറ്റെയിൽസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ആളുകളുടെ പേര് കാണുന്നത്. ഇപ്പോൾ പുതിയ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ആഡ് ന്യൂ പാസഞ്ചർ എന്നുള്ള ഏരിയയിൽ ഇത്തരത്തിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ നെയിമും ഏജും കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് ആഡ് ടു പാസഞ്ചേഴ്സ് ലിസ്റ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കഴിയും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ എൻ്റെ ആ പേര് ജസ്റ്റ് ഒന്നിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇത്തരത്തിൽ കാണാനായിട്ട് കഴിയും 100% റീഫണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ട് ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പേ നൗ എന്നുള്ള ഏരിയ ഉണ്ട്, അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് തന്നെ പേയ്മെൻറ്റ് മെത്തേഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കാണാനായിട്ട് കഴിയും. ഞാനിവിടെ ജസ്റ്റ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. UPI ട്രാൻസാക്ഷനാണ് നടത്തുന്നത്. അതുകൊണ്ട് ഗൂഗിൾ പേ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തു. അതിനുശേഷം പേ ഈ ഒരു എമൗണ്ട് ഇവിടെ ആ ജസ്റ്റ് ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇത്തരത്തിൽ ഗൂഗിൾ പേയിലോട്ട് നമുക്ക് പോകാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് ആ എമൗണ്ട് ഒന്ന് പേ ചെയ്യുക. കൃത്യമായിട്ട് ആ പേയ്മെൻറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് തിരിച്ച് ആപ്പിലോട്ട് തന്നെ പോവുക. ഞാനിവിടെ ജസ്റ്റ് വീഡിയോ ഇപ്പം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കാണിച്ചിട്ടുള്ളത്. ഞാൻ മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ടിക്കറ്റ് ഞാനിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഇത്തരത്തിൽ കാണാം. അപ്പോൾ നിങ്ങളിപ്പം ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ താഴെ നമുക്ക് ഹോമിന് റൈറ്റ് സൈഡിലായിട്ട് മൈ ബുക്കിങ്സ് എന്നുള്ളൊരു ഏരിയ ഉണ്ട്, അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ മുകളിൽ ഇവിടെ ഇത്തരത്തിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റ് കാണാനായിട്ട് കഴിയും. ഞാനിവിടെ ഓൾറെഡി അന്നും ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ടിക്കറ്റ് മുന്നേ ദിവസം ബുക്ക് ചെയ്തിട്ടുള്ള ഏപ്രിൽ 20-ാം തീയതി ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റ് ജസ്റ്റ് കാണിച്ചു തരാം. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിൽ നമുക്ക് എത്താം. ഇവിടെ ടിക്കറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ടിക്കറ്റ് കാണാനായിട്ട് കഴിയും. നിങ്ങളുടെ ടിക്കറ്റും ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഉപയോഗപ്രദമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.